ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് അമ്മുക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആണ്. അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ സാധാരണയായി ഞങ്ങളുടെ വീട്ടിൽ കണ്ടുവരുന്നതാണ് ടേൺ എടുത്ത് ഓരോരുത്തർ ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളത്. എൻ്റെ ടേൺ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അമ്മുക്കുട്ടിക്കാണ്. ആസ് യൂഷ്വൽ വൈറൽ ഫീവർ തന്നെയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മെഡിസിൻസൊക്കെ തന്നു. ആ മെഡിസിൻസൊക്കെ കഴിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ചെറിയ രീതിയിലൊരു വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിസിൻ കൊടുക്കുന്ന ടൈമിലാണ് അവൾ വൊമിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളോട് നോക്കണം, പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ചുമയ്ക്കാതെ വൊമിറ്റിംഗ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ദെൻ നമ്മളന്ന് ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുറച്ച് ഉഷാറൊക്കെ ആയി. അവൾക്ക് ചെറിയ രീതിയിൽ വെള്ളവും പിന്നെ കുറച്ച് നേരം ഇടവിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് കട്ടൻ ചായ അങ്ങനെയൊക്കെ കൊടുത്ത സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി വൊമിറ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും വൊമിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കട്ടൻ ചായ കൊടുത്തു. വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വയറൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് വെച്ചാൽ കട്ടൻ ചായ കൊടുത്ത് കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും വൊമിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നില്ല. ഒരു 8 മണിയോടുകൂടി 8 മണിക്ക് മുന്നേ തന്നെ ഹോസ്പിറ്റലിലെത്തി. ഗ്യാസിൻ്റെയും വൊമിറ്റിങ്ങിൻ്റെയും ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ ഒരു 20 മിനിറ്റിനോളം വെയിറ്റ് ചെയ്ത് ഒരു ദോശ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ വൊമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെയാണ്, പോയിക്കോളൂ. ഇൻ കേസ് ഇനി വൊമിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. പിന്നെ വൊമിറ്റിങ്ങിൻ്റെ മരുന്ന് നമുക്ക് തരുകയും ചെയ്തു കേട്ടോ, പിറ്റേ ദിവസത്തേക്ക് കൊടുക്കാനായിട്ട്. 3 ദിവസം അടുപ്പിച്ച് ഒരു നേരം കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 2ാമത്തെ ദിവസം കഴിഞ്ഞു. അമ്മു ഓക്കെയാണ്. പിന്നെ വൊമിറ്റൊന്നും 1-2 തവണ ചെയ്തായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം അവൾക്ക് ഓൾറെഡി ഫീവർ ഉണ്ട്, ഒരു ചെറിയ രീതിയിലുള്ളൊരു കഫക്കെട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ മരുന്നിൻ്റെ ടേസ്റ്റ് അവൾക്ക് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ വൊമിറ്റിംഗ് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഹോസ്പിറ്റലായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ അവൾ ഓക്കെയാണ്. അപ്പോൾ അന്ന് എടുത്ത ചെറിയ ചെറിയ ക്ലിപ്പിങ്സാണ്. അപ്പോൾ വൈകുന്നേരം ബൈക്കിനാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പോയത്. കാരണം എപ്പോഴും ചില സമയത്ത് അവിടെ എപ്പോഴും ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കാരണം ബൈക്കിനാണ് പോയത്. തിരിച്ചു വന്നത് അപ്പോൾ ഭയങ്കര രസമായിരുന്നു രാത്രി. അവളപ്പോൾ അങ്ങനെ രാത്രി ഞങ്ങളുടെ കൂടെ വണ്ടിയിലിരുന്ന് വന്നിട്ടില്ല. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെയാണ് അവൾ പറഞ്ഞിരുന്നത്. പിന്നെ അവളുടെ ചുവട്ടിൽ കാറ്റടിക്കാതിരിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആൾക്ക് ഓൾറെഡി ചെറിയ രീതിയിലുള്ളൊരു ചുമയുള്ളതുകൊണ്ട്. പിന്നെ പുള്ളിക്കാരത്തി ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഭക്ഷണം കഴിച്ചാൽ അധികം ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഡോസുള്ള മരുന്നായതുകൊണ്ട് കുട്ടി ക്ഷീണിച്ചു പോകും. പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് രാത്രിയാണല്ലോ, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക, നമ്മൾ രാത്രി നൈറ്റ് ഷോയൊക്കെ കഴിഞ്ഞ് വിജനമായ റോട്ടിലൂടെ പോവില്ലേ, അതുപോലെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ നേരത്തെ കടയൊക്കെ അടച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ആ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നൈറ്റ് ഡ്രൈവ്, ആ ഒരു ടൈം, അതൊക്കെ ഭയങ്കര എനിക്കിഷ്ടമായി. പിന്നെ അന്ന് പൂർണ്ണചന്ദ്രനായിരുന്നു. എൻ്റെ ക്യാപ്ചറിങ് സ്കിൽസൊക്കെ ഭയങ്കര കുറവാണ്. നിങ്ങൾ ദയവായി അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ചേരമാൻ പള്ളി. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി. ഞങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പ്രത്യേകതകളുള്ള സ്ഥലങ്ങളുണ്ടെന്നറിയോ? കത്തീഡ്രൽ പള്ളിയുണ്ട്, ഈ ചേരമാൻ പള്ളിയുണ്ട്, പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലമുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ സ്ഥലമാണ് ഞങ്ങളുടെ. ലാസ്റ്റ് അമ്മുക്കുട്ടിക്ക് ബ്രെഡും ബ്രെഡും പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് തിരിച്ച് വീട്ടിലാക്കി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്.